പൂങ്കാവനത്തിലേക്ക് സ്വാഗതം. ഇൻഡോർ ഗാർഡനിങ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ വീഡിയോ. ഒരു ഇൻഡോർ ഗാർഡൻ ഭംഗിയായി നിലനിർത്താൻ എന്തെല്ലാം ചെയ്യണം എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വീടിനുള്ളിൽ വെക്കുന്ന ചെടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ടും വീടിനുള്ളിൽ ഹ്യൂമിഡിറ്റി അഥവാ ഊഷ്മാവ് കൂടുതലായതുകൊണ്ടും എന്നും ചെടികൾക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനയ്ക്കുന്നതായിരിക്കും ഉത്തമം. ഇനി സക്കുലൻസ് പോലെ വാട്ടർ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നടിയിൽ മിശ്രിതത്തിൽ നനവിൻ്റെ അംശം തീരെ ഇല്ലാതായാൽ മാത്രം നനച്ചാൽ മതി. സാധാരണയായി നമ്മൾ ചെടികൾക്ക് കരിയിലകളും മറ്റും ഉപയോഗിച്ച് പുതയിടാറുണ്ട്. അതിനെയാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. ഇൻഡോർ പ്ലാന്റ്സിൽ മൾച്ചിങ് ചെയ്യുന്നത് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ചെടിയുടെ പ്രസൻറ്റേഷൻ കുറച്ചും കൂടെ ഭംഗിയാവാനായിട്ടാണ്. പെബിൾസ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരു എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഏറ്റവും നല്ല ഓപ്ഷൻ ക്ലേ ബോൾസ് അല്ലെങ്കിൽ വുഡ് ഷേവിങ്സ്, അറക്കപ്പൊടി, അതും അല്ലെങ്കിൽ സ്പാഗ്നം മൂസ്, ഇതേതെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. മാസത്തിലൊരിക്കൽ വളം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളത്തിനായിട്ട് നമുക്ക് വെർമി കമ്പോസ്റ്റ്, NPK, സ്യൂഡോമോണാസ്, ട്രൈക്കോഡേർമ, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇൻഡോർ പ്ലാന്റ്സിന് വളം കൊടുക്കേണ്ട രീതിയും നമ്മൾ മുൻപൊരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചട്ടിയിൽ വളർത്തുന്ന എല്ലാ ചെടികളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും റിപ്പോർട്ട് ചെയ്യണം. വർഷത്തിലൊരിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ചെടിയെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നടിയിൽ മിശ്രിതം നമ്മൾ മാറ്റി കൊടുക്കും. അതേപോലെ തന്നെ അതിൽ അധികമായി വളർന്നു നിൽക്കുന്ന വേരുകൾ അതും നമ്മൾ വെട്ടിക്കളയും. ചെടി ഒന്നും കൂടി ഭംഗിയായിട്ട് വളരാൻ ഈ ഒരു പ്രോസസ്സ് സഹായിക്കും. ഗ്രൂമിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവന്ന ഇലകളും പൂക്കളും വെട്ടിക്കളയുന്നതാണ്. തൂവെള്ള നിറത്തിലുള്ളതാണ് പീസ് ലില്ലിയുടെ പൂക്കൾ. പൂക്കൾ പച്ച കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകർഷണം കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം പച്ച കളറിലുള്ള പൂക്കളും കേടുവന്ന് തുടങ്ങിയ ഇലകളെല്ലാം ഇതിൽ നിന്ന് വെട്ടിമാറ്റാം. സ്പോഞ്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയുടെ ഇലകളെയെല്ലാം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നതാണ്. ഈ ഇലകൾ കണ്ടോ, നിറയെ പൊടിയുണ്ട്. പുറമെ വെച്ചിരിക്കുന്ന ചെടികൾ എന്ന് പറയുമ്പോൾ അതിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്താണെങ്കിലും ചെടിയുടെ മുകളിലൂടെ വെള്ളം വീണ് ഈ പൊടികളെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് അത്തരമൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ സ്പോഞ്ചിങ് ചെയ്തിരിക്കണം. സ്പോഞ്ചിങ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ പോലെയുള്ളതൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കിച്ചൺ ടിഷ്യൂ ആണ് എടുത്തിരിക്കണേ. അപ്പോൾ ഈ ടിഷ്യൂ ഞാൻ വെള്ളത്തിൽ നന്നായി നനച്ച് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഒറ്റ വീടില്ല, പക്ഷെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നനവുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ഇലകളെല്ലാം തുടച്ച് വൃത്തിയാക്കാം. ഇങ്ങനെ സ്പോഞ്ചിങ് ചെയ്യുമ്പോൾ ചെടികൾ കുറച്ചും കൂടെ ഫ്രഷായി നിൽക്കുകയും ചെയ്യും, കാണാനുള്ള ഭംഗി കൂടുകയും ചെയ്യും. പ്രൂണിങ് എന്തിനാണ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഓവർ ഗ്രോത്ത് വന്നിട്ടുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയുകയാണ്. അപ്പം ചെടി കുറച്ചും കൂടെ ബുഷിയായി കോമ്പാക്റ്റായിട്ട് നിൽക്കാൻ അത് സഹായിക്കും. ഒരു ചെടിക്ക് വെളിച്ചം ഏത് ഭാഗത്തു നിന്നാണോ ലഭിക്കുന്നത് ആ ഭാഗത്തേക്ക് ചെടി വളഞ്ഞു വളരാനുള്ളൊരു പ്രവണതയുണ്ട്. അങ്ങനെ വരുമ്പം ചെടിയുടെ ഭംഗി കുറയും. അതുകൊണ്ട് തന്നെ ഒരു ചെടി നമ്മൾ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി ഇടയ്ക്കിടയ്ക്ക് വെളിച്ചം തട്ടുന്ന ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഈ ചെടി നോക്കൂ, ഇതിന് വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് കുറച്ച് ബെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണേ അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചട്ടി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചം തട്ടുന്ന രീതിയിൽ നമ്മൾ ടേൺ ചെയ്തുകൊണ്ടേയിരിക്കണം.
ഒരു ചെടിയുടെ തല നുള്ളി കൊടുക്കുന്നതിനെയാണ് പിഞ്ചിങ് എന്ന് പറയുന്നത്. തല നുള്ളി കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? തല നുള്ളി കൊടുക്കുമ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് അതിന് വളരുകയും ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. വീടിനുള്ളിൽ വെക്കുന്ന ചെടികൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ് താനും. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കലോ അതല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് വെക്കണം. ഞാൻ സാധാരണ രാവിലെ 8 മുതൽ 10 വരെയുള്ള ഡയറക്റ്റ് സൺലൈറ്റാണ് ചെടിക്ക് കൊള്ളിക്കാറ്. ഈ സമയത്ത് സൂര്യവെളിച്ചം എന്ന് പറയുമ്പോൾ ചൂടുണ്ടാവില്ല. വീടിനുള്ളിൽ സ്ഥിരമായി വെക്കുന്ന ചെടികൾ നല്ല ചൂടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. ആ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് ഞാൻ രാവിലത്തെ സൂര്യവെളിച്ചമാണ് കൊള്ളിക്കാറുള്ളത്. ഇനി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നൊരു ഭാഗം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നല്ല ബ്രൈറ്റ് ഏരിയയിൽ ചെടി വയ്ക്കുക. ഒരാഴ്ചയോളം ഈ ചെടികളെല്ലാം ബ്രൈറ്റ് ഏരിയയിൽ ഇരിക്കട്ടെ. അപ്പോഴും അത്യാവശ്യം വെളിച്ചം ആ ചെടികൾക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സിനെ ഹോളിഡേ കെയർ എന്നും പറയുന്നു. ഗ്രോയിങ് എക്സ്ട്രാ പ്ലാന്റ്സ് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയൊക്കെ നമ്മൾ ചെടികൾ ബ്രൈറ്റ് ഏരിയയിൽ ചിലപ്പോൾ വെക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓൾറെഡി ചെടികൾ വെച്ചിരുന്ന ഭാഗം വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും ഒരു അഭംഗിയായി തീരാറുണ്ട്. അത്തരം സന്ദർഭം ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെടികൾ എക്സ്ട്രാ വളർത്താം. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഞാൻ വെക്കുന്ന ചെടി സിങ്കോണിയാണ്. ഈ സിങ്കോണിയം ഞാൻ ഹോളിഡേ കെയറിന് വേണ്ടി മാറ്റുമ്പോൾ ഈ ഒരു ഭാഗം നോക്കൂ, അതിങ്ങനെ വളരെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ചെടി എക്സ്ട്രാ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഈ ഒരു ഭാഗത്ത് വയ്ക്കാം. ഞാൻ ഈ പോട്ടാന്തോറിയം ഈ ഭാഗത്ത് വയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരേ ചെടി തന്നെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ആവർത്തന വിരസതയും നമുക്കിതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഒരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സീരീസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്